ഗ്രെഗ് ഹഡ്സന്റെ തയ്യാറെടുപ്പുകൾ പീറ്റർ പാർക്കറെ ആദ്യം ആഹ്ലാദിപ്പിക്കുകയും പിന്നെ അസ്വസ്ഥനാക്കുകയും ചെയ്തു. ഭീകരകഥകൾക്ക് കുപ്രസിദ്ധി നേടിയ ട്രാൻസിൽവാനിയ താഴ്വര, അവിടെ മനുഷ്യനോ പിശാചോ എന്ന് ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലാത്ത പ്രഭു, ആ പ്രഭുവിൻ്റെ കോട്ടയിലെ തടവുകാരാണ് താനും സുഹൃത്തും. ഈ സാഹചര്യത്തിലാണ് തൻ്റെ സുഹൃത്ത് ഒരു ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറെടുക്കുന്നത്. ജയിച്ചാലും തോറ്റാലും മരിച്ചാലും ജീവിച്ചാലും അവസാനം വരെ അയാൾക്കൊപ്പം നിൽക്കണം. പീറ്റർ പാർക്കർ അങ്ങനെ മനസ്സാ ശപഥം ചെയ്തു. എന്നിട്ട് സംസാരിച്ചു തുടങ്ങി. ചങ്ങാതി, ഈ തയ്യാറെടുപ്പുകളുടെ അന്തിമ ലക്ഷ്യം എന്തായിരിക്കും? അപ്പോൾ തിര നിറച്ച തോക്ക് തുടച്ച് മേശമേൽ വെച്ച ശേഷം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ഗ്രെഗ് ഹഡ്സൺ സുഹൃത്തിൻ്റെ അരികിലേക്ക് നടന്നെത്തി. എന്നിട്ട് ശാന്തഗംഭീര സ്വരത്തിൽ പറഞ്ഞു, സുഹൃത്തേ, സത്യത്തിൽ നാം ഇപ്പോൾ പ്രഭുവിൻ്റെ തടവുകാരാണ്. ഭീകരതയ്ക്ക് കുപ്രസിദ്ധി നേടിയ ഈ പ്രദേശത്ത്, വിജനതയിൽ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കോട്ടയിലെ തടവുകാരുടെ നില ഒട്ടും സുരക്ഷിതമല്ല. പ്രഭുവിൻ്റെ ലക്ഷ്യങ്ങളും വ്യക്തമല്ല. എന്നാൽ ഇഞ്ചിഞ്ചായി മരിക്കുന്നതിൽ നല്ലത് രണ്ടിലൊന്ന് അറിയുന്നതാണ്. എന്നുവെച്ചാൽ? പീറ്റർ പാർക്കർ സംശയത്തോടെ നെറ്റിച്ചുളിച്ചപ്പോൾ ഗ്രെഗ് ഹഡ്സൺ തുടർന്നു. പ്രഭു രാത്രിയിൽ വരും. ഈ രാത്രി നമുക്ക് സുരക്ഷിതമായിരിക്കില്ല. എന്തെന്നാൽ അയാളുടെ താവളം കണ്ടെത്തിയവരാണ് നാം. ഏതു വഴിക്ക് ചിന്തിച്ചാലും നമ്മെ ജീവനോടെ വിടുന്നത് പ്രഭുവിന് സുരക്ഷിതമായിരിക്കില്ല. ഈ സാഹചര്യത്തിൽ ഒരു ഭീകരൻ എന്താണ് ചെയ്യുക എന്ന് ഊഹിക്കരുതോ? പക്ഷേ എങ്കിൽ പിന്നെ അയാൾ എന്തിനാണ് നമ്മെ ചെന്നായ്ക്കൂട്ടത്തിൽ നിന്ന് രക്ഷിച്ചത്? പീറ്റർ പാർക്കർ സംശയിച്ചു. അപ്പോൾ ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു, അതേക്കുറിച്ച് ഞാനും ആലോചിച്ചു. പ്രഭുവിന് മറ്റെന്തോ ലക്ഷ്യങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതെന്താണെന്ന് നമുക്ക് ഇന്ന് രാത്രി മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് മനസ്സിലായാൽ? പീറ്റർ പാർക്കറിൻ്റെ ചോദ്യത്തിന് ഗ്രെഗ് ഹഡ്സൺ മറുപടി നൽകി. സുഹൃത്തേ, പ്രഭുവുമായുള്ള ഈ കണ്ടുമുട്ടൽ ഒരു ശക്തി പരീക്ഷണത്തിലെ അവസാനിക്കൂ എന്നതിൽ എനിക്കൊട്ടും സംശയമില്ല. നാം പ്രഭുവിനെ നേരിട്ടേ മതിയാവും. ഗ്രെഗ് ഹഡ്സൺ മുഖം പൂർണ്ണ ഗൗരവമായി. എന്ത്? നേരിടുമെന്നോ? നാം അതിന് ശക്തനാണോ ഗ്രെഗ്? ആവാം, അല്ലായിരിക്കാം. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. അയാൾ ഒരു മനുഷ്യനാണെങ്കിൽ അയാളെ കീഴ്പ്പെടുത്താനുള്ള കരുത്ത് എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. അയാൾ മറ്റെന്തെങ്കിലും ആണെങ്കിൽ കീഴടങ്ങൽ നമ്മുടെ വിധി എന്ന് സമാധാനിക്കുക. സുഹൃത്തിൻ്റെ വാക്കുകൾ പീറ്റർ പാർക്കർക്ക് ആവേശം പകർന്നു. ഗ്രെഗ് പറഞ്ഞത് 100% ശരിയാണെന്ന് അയാൾക്ക് തോന്നി. സ്വതന്ത്രരാക്കണം എന്ന ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് വാതിൽ പുറത്തുനിന്ന് പൂട്ടിയത്? പീറ്റർ പാർക്കറുടെ ചിന്തയുടെ അവസാന ഭാഗം വാക്കുകളായി പുറത്തു വന്നപ്പോൾ ഗ്രെഗ് മുന്നറിയിപ്പ് നൽകി. പീറ്റർ, പതുക്കെ, പുറത്താരോ ഉണ്ട്. കാലൊച്ച കേട്ടില്ലേ? സൂക്ഷിക്കണം. അപ്പോൾ ഈ കോട്ടയിൽ മറ്റാരൊക്കെയോ ഉണ്ട്, അല്ലേ? അതെ, ഈ കാലൊച്ചകൾ മുൻപ് 1-2 തവണ കേട്ടിരുന്നു. ഗ്രെഗ് ഹഡ്സൺ ഓർത്തു. ഒന്നിലധികം പേരുടെ കാലൊച്ച കേട്ട പോലെ എനിക്ക് തോന്നി. അവയിൽ ചിലത് സ്ത്രീകളുടേതുപോലെ മൃദുവായിരുന്നു, വളരെ സാവധാനം നടക്കുന്നത് പോലെ. ഒരുപക്ഷേ പ്രഭുവിനിവിടെ സഹായികൾ ഉണ്ടായിരിക്കും. അതെ ഗ്രെഗ്, പക്ഷേ നാം ഇവിടെ വന്നപ്പോൾ പ്രഭുവിനെ സ്വീകരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ മുറികൾ ഇത്ര വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ജോലിക്കാരുടെ സാന്നിധ്യം സംശയിച്ചു. ആ നെരിപ്പോട് കണ്ടില്ലേ? അതിൽ കൽക്കരിയും ചാരവുമുണ്ട്. അത് അടുത്ത കാലത്ത് ഉപയോഗിച്ചതുപോലെ തോന്നുന്നു. പീറ്റർ അത് ചൂണ്ടിക്കാണിച്ചു. ജോലിക്കാരുണ്ടാവാം, പക്ഷേ അവർ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം. അല്ലെങ്കിൽ പ്രഭു അവരോട് അങ്ങനെ നിർദ്ദേശിച്ചു കാണും. ഗ്രെഗ് തൻ്റെ തോന്നൽ മറച്ചു വച്ചില്ല. പീറ്റർ പാർക്കർ ജനാലയുടെ നേർക്ക് നടന്നു. അതിൻ്റെ കനത്ത ഇരുമ്പഴികളിലൂടെ താഴ്വരയിലേക്ക് നോക്കി. സൂര്യൻ ചക്രവാളത്തിൽ മറയുകയാണ്. കാറ്റിന് തണുപ്പ് കൂടിയിരിക്കുന്നു. കണ്ണെത്തുന്ന ദൂരത്തോളം നീണ്ടു നിവർന്ന കാർപ്പാത്യൻ മലനിരകൾ, മൂടൽ മഞ്ഞിൻ്റെ കനമുള്ള ആവരണം കാണാം. ഇരുട്ട് വീഴാറായി. വൈകാതെ പ്രഭു എത്തും. ചങ്ങാതി, കരുതിയിരിക്കുക. ജനാലയിൽ നിന്നും മുഖം തിരിച്ചുകൊണ്ട് ഗ്രെഗ് ഹഡ്സൺ ഓർമ്മപ്പെടുത്തി. സൂര്യൻ ചക്രവാളത്തിൽ മറഞ്ഞു. താഴ്വരയ്ക്ക് മുകളിൽ കറുത്ത കരിമ്പടപ്പുതപ്പ് പോലെ ഇരുട്ട് വന്നു വീണു. ശീതക്കാറ്റിൻ്റെ ശക്തി കൂടുകയും അതിൻ്റെ ആരവം കടലിരമ്പും പോലെ തോന്നിക്കുകയും ചെയ്തു. കാറ്റിൻ്റെ ഇരമ്പത്തിനിടയിലും ആ കുതിരക്കുളമ്പടി ഒച്ച അവർ കേട്ടു. കൽത്തറയിൽ ഇരുമ്പ് പട്ടകൾ ഉരസുന്ന ശബ്ദം. ഒരു കുതിരവണ്ടി കോട്ടവാതിൽ കടന്നെത്തുകയാണ്. കുതിരകൾ ഉറക്കെ ചിനയ്ക്കുന്നു. അകലെ എങ്ങോ ചെന്നായ്ക്കൾ ഊരിയിടുന്നു.
പീറ്റർ പാർക്കർ ജനാലയിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. ഒന്നും വ്യക്തമല്ല. ഗ്രെഗ് ഹഡ്സൺ മുറിയിൽ വിളക്ക് കൊളുത്തുകയും നെരിപ്പോട് കത്തിക്കുകയും ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ മുറിയുടെ ചുവരിലെ ചിത്രങ്ങൾക്ക് കൂടുതൽ നിറപ്പകിട്ട് തോന്നി. പ്രഭുക്കന്മാരുടെയും പ്രഭുപത്നിമാരുടെയും ചിത്രങ്ങൾ. അവയിൽ തൂവെള്ള ഗൗണിട്ട സുന്ദരിയുടെ ചിത്രത്തിന് ജീവൻ വെക്കുന്നത് പോലെ പീറ്റർ പാർക്കർക്ക് തോന്നി. ആ കണ്ണുകൾ തിളങ്ങുന്നത് കണ്ടോ? ചുവന്ന ചുണ്ടുകൾക്ക് പിന്നിൽ നീളമേറിയ കോമ്പലുകൾ തിളങ്ങുന്നുണ്ടോ? അപ്പോൾ ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു, പീറ്റർ, താങ്കൾ അസ്വസ്ഥനാകരുത്. നമ്മുടെ ഏതാനും മിനിറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത നിമിഷം പുറത്ത് കനത്ത കാലൊച്ച കേട്ടു. വാതിൽക്കൽ പൂട്ടു തുറക്കുന്ന ക്ലിക്ക് ശബ്ദം മുഴങ്ങി. കറകറ ശബ്ദത്തോടെ വാതിൽ പതുക്കെ തുറന്നു. ഗ്രെഗ് ഹഡ്സൺ പറഞ്ഞു, പ്രഭു വരുന്നു.